എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന വിഷയം യാത്രാ സുരക്ഷയുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. നാം എല്ലാം പലപ്പോഴായിട്ട് പല അവസരങ്ങളിലായിട്ട് രാത്രിയിൽ യാത്ര ചെയ്യേണ്ട ആവശ്യം വരാറുണ്ട്, കാറിലും മറ്റും. അപ്പോൾ ചിലപ്പോൾ അത് ടാക്സി ഡ്രൈവറുടെ ഒപ്പമായിരിക്കും, അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഡ്രൈവ് ചെയ്യുന്നതിൻ്റെ കൂടെ ആയിരിക്കും. അങ്ങനെ പല അവസരങ്ങളിലായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഡ്രൈവറുടെ അടുത്ത് നിങ്ങൾ ഇരിക്കുമ്പോൾ, അതായത് ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാരണവശാലും ഉറങ്ങരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് പലരും ഇപ്പോഴും ആ കാര്യം ശ്രദ്ധിക്കാറില്ല. ഞാൻ കഴിഞ്ഞ മാസം ഒരു യാത്ര പോയപ്പോൾ ഞാൻ പുറകിലാണിരുന്നത്. മുന്നിലിരുന്ന ആൾ ഉറങ്ങുന്നത് കണ്ടിട്ട് ഡ്രൈവർ വഴക്ക് പറഞ്ഞ് പിന്നെ പിറകിലേക്ക് അയാളെ ഇരുത്തി. അതുകൊണ്ട് ഈ കാര്യത്തിന് പ്രാധാന്യമുള്ളതുകൊണ്ട് തന്നെ ഒന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിക്കുന്നു. അതായത് ഡ്രൈവറുടെ ഒപ്പമുള്ള സീറ്റിൽ അയാൾ ഉറങ്ങുമ്പോൾ ഡ്രൈവർക്ക് സ്വാഭാവികമായിട്ടും അത് കാണുമ്പോൾ കണ്ടേജിയസ് സ്ലീപ്പ് എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതായത് സ്വാഭാവികമായിട്ട് ആ ഉറക്കം കാണുന്ന ഈ ഡ്രൈവറുടെ തലച്ചോറിന് അത് അനുകരിക്കാനുള്ള ഒരു പ്രവണത ഉണ്ടാകും. ഈ കാര്യമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഉദാഹരണം പറയാം. നാം സാധാരണയായി പുഴക്കരയിലോ അല്ലെങ്കിൽ കുളത്തിൻ്റെ കരയിലോ ഒക്കെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ അയാൾ ഒരു ചെറിയ കല്ല് വർത്തമാനത്തിനിടയ്ക്ക് നേരെ വെള്ളത്തിലേക്ക് ഇടുക അല്ലെങ്കിൽ എറിയുന്നുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ കുറേ പ്രാവശ്യം നിങ്ങളിത് കാണുമ്പോൾ അറിയാതെ നിങ്ങളും കാര്യമായി ആലോചിക്കുകയൊന്നും ചെയ്യാതെ തന്നെ കല്ല് പെറുക്കി കുളത്തിലേക്കോ അല്ലെങ്കിൽ ആറ്റിലേക്കോ വെള്ളത്തിലേക്ക് എറിയുന്ന ഒരു രീതി തന്നെ ഉണ്ടാവും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ചെയ്യുന്ന പ്രവൃത്തിയെ നിങ്ങൾ സ്വാഭാവികമായി അനുകരിക്കുകയാണ്. ഇത് തന്നെയാണ് കോട്ടുവായ ഇടുന്ന ഒരാളിനെ കാണുമ്പോൾ മിക്കവാറും ആൾക്കാരും കോട്ടുവായ ഇടാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ഡ്രൈവറുടെ അടുത്തിരിക്കുന്ന ആൾ തീർച്ചയായിട്ടും ഉറങ്ങരുത് എന്ന് പറയാൻ വേണ്ടിയാണ് ഈ വീഡിയോ. ഇനി ഉറക്കം വരികയാണെങ്കിൽ പിറകിലേക്ക് ഇറങ്ങിയിരുന്ന് ഉറങ്ങുക. പക്ഷേ അതിലുമൊക്കെ നല്ലത് രാത്രി യാത്ര ചെയ്യുമ്പോൾ ഇടവിട്ട് വലിയ ശല്യമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നതാണ് ഡ്രൈവറോട്. അപ്പോൾ ഡ്രൈവറോട് ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരുന്നാൽ ഡ്രൈവറിൻ്റെ ബ്രെയിൻ ഒന്ന് അലേർട്ടായിട്ടിരിക്കും, ഉറക്കം വരാനുള്ള സാധ്യത കുറയും. അപ്പോൾ നിങ്ങൾ മുന്നിൽ ഒരാളിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലതാണ് രാത്രി യാത്രയിൽ. അപ്പോൾ ഡ്രൈവർക്ക് വിരസത തോന്നാത്ത രീതിയിൽ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഡ്രൈവർക്ക് ശല്യം വരാത്ത രീതിയിൽ, സാധാരണ രീതിയിൽ ബഹളമൊന്നും വയ്ക്കാതെ സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്.